അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്, ഉള്ളിവട. എളുപ്പത്തിൽ ചായ തിളക്കുമ്പോഴേക്ക് ഉണ്ടാക്കാം. തീരെ വെള്ളമൊന്നും ചേർക്കാണ്ട് ക്രിസ്പി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 വലിയൊരു ഉള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, കടലപ്പൊടി, ഉപ്പ്, ഓയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി മുറിച്ചെടുക്കാം. ഉള്ളിൻ്റെ അപ്പം ഈ ഭാഗമുള്ളത് ഇങ്ങനെ കളയണം. ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. നേർങ്ങനെ മുറിച്ചെടുക്കണം. ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റാം. ഉള്ളി ഒന്ന് നല്ലപോലെ അണ്ടി കൊടുക്കുക. അപ്പോൾ ഇതാണ്ട ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളകി വരും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഉള്ളി ഇങ്ങനെ ഞണ്ടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളം വരും. ആ വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഉണ്ടാ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാം. പച്ചമുളക് ചെറുതായി വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, മല്ലിയില, കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടലപ്പൊടി മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. ഉള്ളിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും കടലപ്പൊടി ചേർക്കേണ്ടി വരിക. നമുക്ക് ചേർത്ത് നോക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. കുഴച്ച് മിക്സ് ചെയ്ത് നോക്കാം. ഇതിൽ തീരെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും ഇത് ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. മൊത്തത്തിൽ 6 ടേബിൾ സ്പൂണ് കടലമാവ് ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനിത് ഇതുപോലെ ഉണ്ടാവില്ല. പിന്നെ ഇത് ചുട്ടെടുക്കാം. കടായി ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഓയിലും ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഉപയോഗിക്കാം. ഓയിൽ ചൂടായോ നോക്കാം. ചൂടായിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എടുത്തിടുന്നത്. എല്ലാം അനക്കി കൊടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിം വെച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് തീ കുറച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഉള്ളിവടൻ്റെ ഉള്ളി വേഗം കരിഞ്ഞ് ഉള്ളിലുള്ള കടലമാവൊക്കെ പച്ച ഉണ്ടാവും. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗവും ഒരുപോലെ പൊരിഞ്ഞ് കിട്ടും. മറിച്ചിടാം. ഉള്ളിവട നല്ല ക്രിസ്പി ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഒന്ന് കോരിയെടുക്കുക. ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് ഇതിലേക്ക് കോരിയിട്ടാൽ എണ്ണ അതിലേക്ക് തന്നെ പോവും. ഇതുപോലെ നമുക്ക് മറ്റുള്ള ഉള്ളിവടയും ചുട്ടെടുക്കാം. ഈ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് ചായൻ്റെ കൂടെ കഴിക്കാൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.